ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മൈൻക്രാഫ്റ്റ് വേൾഡിലാട്ടാണ് കേട്ടോ ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. നമ്മളുടെ ക്യാഷിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് നമുക്കിപ്പോൾ വീഡിയോ റെക്കോർഡാക്കാൻ പറ്റിയത്. ഞാൻ ഇത്ര നേരം നോക്കി പക്ഷെ പറ്റിയില്ല ഗൈസ്, ഇപ്പോഴാണ് പറ്റിയത്. നമുക്ക് നമ്മുടെ വാട്ടർ ബക്കറ്റ് വെള്ളം ഒഴിക്കാം. നമ്മളിപ്പോൾ നെതറൈറ്റിലോട്ട് അപ്ഗ്രേഡൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്, ഷാർപ്നെസ് 5 അങ്ങനെയൊക്കെ. നമ്മളിപ്പോൾ നമ്മുടെ പഴയ വീട്ടിലോട്ട് പോകുന്നതാണ് ഗൈസ്. നമ്മുടെ പഴയ വീട്ടിൽ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ വേൾഡ് ചുറ്റി കാണിച്ചു തരാം ഗൈസ്. ഇവിടെ എൻ്റെ ഒരു ക്രോപ്പ് ഫാം ഉണ്ട്. പിന്നെ ഈ വീട്ടിലെൻ്റെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. ചുവപ്പ് മതി ഗൈസ്. ഞാനിത് ആർമർ ഇടട്ടെ, ഒക്കെ ഇടാം. ആർമറൊക്കെ പൊട്ടാറായി ഗൈസ്. ഓക്കെ, ഇപ്പോൾ ചുവപ്പെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വെക്കാൻ പോവാം. നമുക്കിപ്പോൾ ഇനി ഇത് നമ്മുടെ എൻജോയബിൾ ഇവിടെ ഉണ്ട് ഗൈസ്. പിന്നെ നമ്മളുടെ മറ്റേ ഷുഗർ കെയിൻ ഫാമും പൊട്ടാറ്റോ ഫാമും ഉണ്ട് ഗൈസ്. നമുക്കിനി ഒരു ഗൺ പൗഡർ ഫാമും ഉണ്ടാക്കി വെച്ചു, പക്ഷെ അത് കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. മീൻസ് ഫുൾ മാക്സിമം എഫിഷ്യൻസിയിലല്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതേ 64 ഗൺ പൗഡർ എങ്ങാനായിട്ടുണ്ട് ഗൈസ്. വെറുതെ ഇവിടെ വരുമ്പോഴേക്കും എനിക്ക് ഡെയിലി ലെഗിൻസ് കിട്ടിയിട്ടുണ്ട്. നമുക്കത് മാറ്റിയിട്ട് നമ്മളുടെ ക്യാഷിൽ തന്നെ നമുക്ക് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇത് കയറാൻ പറ്റില്ലല്ലോ. അതാണ് നമ്മുടെ ലൈബ്രറിയുടെ വില്ലേജേഴ്സിൻ്റെ കൂട്ടം, ലൈബ്രറി വില്ലേജേഴ്സ്. ഈ സ്റ്റോൺ ബ്രിക്സ് ഇനി ഇടാനുണ്ട്, അത് ഞാൻ നോക്കും. ഇവിടെ എല്ലാ മിക്കതിൻ്റെ മാക്സും പിന്നെ എംബ്രാൾഡിൻ്റെ ഇതും ആക്കി വെച്ചിട്ടുണ്ട്. എക്സ്പേർട്ട് സോറി ഗൈസ്. എന്നിട്ട് നമ്മളുടെ വാളുണ്ട് ഗൈസ് ഇവിടെ നമ്മളുടെ ക്യാസിലാണിത്. ഞാൻ ഫുൾ ലുക്ക് കാണിച്ചു തരാം. ഇതേ ആണ് ഗൈസ് നമ്മുടെ കൊട്ടാരം. ഇതാണ് എൻ്റെ ത്രോൺ. ഇവിടെയാണ് നമ്മൾ ഇരിക്കണത്. നമുക്ക് മേളിൽ ചെന്ന് കാണിച്ചു തരാം ഗൈസ് ഫുള്ളും. ഗൈസ് എൻ്റെ ബെഡും ഗ്ലാസ് ഫർണസും അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് ഗൈസ്. പിന്നെ നമുക്ക് നമ്മളുടെ റൈഡ് ഫാം കണ്ടിട്ട് വരാൻ. റൈഡ് ഫാമും ഉണ്ടാക്കി അയൺ ഫാമും ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. 2 അയൺ ഫാമും പിന്നെ ഒരു XP ഫാമും ഉണ്ടാക്കിയിട്ട് ഗൈസ്. നമുക്കപ്പോൾ വെക്കാൻ പോകാം ഗൈസ്. എൻ്റെ ട്രൈഡൻ്റ് ഇവിടെ ഉണ്ടാവണമല്ലോ ഗൈസ്. ഇതിപ്പോൾ പോയി വന്നവരെയാണ് ഗൈസ് ട്രെയിൽ ചേമ്പറിൽ ഉണ്ടാണ്. ആദ്യം തന്നെ നമ്മളുടെ റേറ്റ് ഫാം ഞാൻ കാണിക്കാം. വെക്കാൻ പോവാം ഗൈസ്. ശരി ഗൈസ്, വന്നില്ല. വെക്കാൻ പോവാം ഗൈസ്. അത് കാണിച്ചിട്ട് വേണം നിങ്ങളുടെ ഫുൾ വേൾഡ് എൻ്റെ വേൾഡ് ഫുള്ള് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് വേണം ഇത് ഫുള്ളും നമുക്ക്. ഇപ്പം ഈ ക്യാസിലൊക്കെ ഓക്കെയാണ്, എന്നാലും എനിക്ക് ഈ ക്യാസിൽ അധികം ഇഷ്ടപ്പെട്ടില്ല. ഫുള്ളും സ്റ്റോൺ ബ്രിക്സ് വെച്ച് ഉണ്ടാക്കിയ കാരണം ഗൈസ്. ഇതിപ്പോൾ ഫുള്ളും ഇതാണ് ഗൈസ്. നമുക്കിനി മേളോട്ട് പോയി ഇച്ചിരി പണി കിട്ടും. എന്തായാലും അവിടെ മോബ്സ് ഇതൊക്കെ ഉണ്ട് ഗൈസ്. റേഡ് ഫാമിൻ്റെ ടോട്ടം ഫുള്ളും ഉണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല, കാരണം എനിക്ക് ഷീൽഡാണ് ഗൈസ് കൂടുതൽ ഇഷ്ടം. ഇവിടെ നമ്മുടെ സ്റ്റോൺ ഫാം ഉണ്ട്. അങ്ങ് അറ്റത്ത് നമ്മളുടെ കയ്യിലൊരു ഫുഡ് ഫാം ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ നമ്മുടെ അയൺ ഫാമിലോട്ട് പോവാം. പിന്നെ മോബ്സ് ഫാം ഉണ്ട് ഗൈസ്. അത് മോബല്ല, XP ഫാം, അത് സാധാരണയാണ്. ഇപ്പം അങ്ങോട്ടേ അല്ല. വെള്ളം നമുക്ക് എടുത്തേക്കാം. വെള്ളം എടുത്തേക്കാം. അത് ചെയ്യാൻ പറ്റി ഗൈസ്. ഇപ്പോൾ വെക്കാൻ പോവാം അങ്ങോട്ട്. ഇതാണ് ഗൈസിൻ്റെ എന്താ പറ്റിയത്. ഇതാണ് ഗൈസ് എൻ്റെ ആദ്യത്തെ അയൺ ഫാം. രണ്ടാമത്തെ ഒരെണ്ണം കൂടി ഉണ്ട്, അതങ്ങ് അറ്റത്താണ്, ഞാൻ കാണിച്ചു തരാം.
ഇതോടെ എൻ്റെ അയൺ ഫാൻ ഗൈസ്. ഇവിടെ അയൺ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇത് ഇത്രയായി. ഇനിയിപ്പോൾ 2 ദിവസം തൊട്ട് AFK എന്നതുകൊണ്ട് അവിടെ അത്രയായി. 2 മൈൻക്രാഫ്റ്റിൻ്റെ ദിവസം കൊണ്ടല്ല ഗൈസ്, മറ്റേ ഒരു മൈൻക്രാഫ്റ്റിൻ്റെ ദിവസമാണെങ്കിൽ ഒരു 5 ദിവസം കൊണ്ട് അത് അത്ര ആയിട്ടുണ്ട് ഗൈസ്. കുറേ ഉണ്ട്. പിന്നെ ഹോപ്പേഴ്സിന് കമ്മി വന്നപ്പോഴേക്കും ഉണ്ടല്ലോ ഗൈസ്, നമ്മൾ പുതിയ ഫാം ഉണ്ടാക്കിയപ്പോഴേക്കും. അപ്പോൾ ഞാൻ വേറൊരു ഫാമും കൂടി ഉണ്ടാക്കി. ഇത്ര നേരം AFK നിന്നിട്ട് കാര്യമില്ലെന്ന് നോക്കിയത്. കുറേ നേരം AFK നിന്നു, പക്ഷേ അധികം കിട്ടിയില്ല ഗൈസ്. അപ്പോൾ ഞാൻ വേറെ ഇതിനെക്കാട്ടും അൾട്ടിമേറ്റ് ഉണ്ടാക്കി. ഇപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യാനുണ്ട്. ഇന്നെങ്ങാനാണ് ഗൈസ് നമ്മളിത് ഉണ്ടാക്കിയത്. ഞാൻ ഇത് ഉണ്ടാക്കിയത്. ഇതിപ്പോൾ ഇത്രയുണ്ട്. ഈ ഫ്ലവറൊക്കെ ഞാൻ വെച്ചാണ് ഗൈസ്, ഇൻവെൻട്രി കിടന്നെയാണ്. അപ്പോൾ നമുക്കിനി മുകളിലോട്ട് പോവാം. നമ്മുടെ മോപ്പ് ഫാമും കൂടി കാണിച്ചിട്ട് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യും ഗൈസ്. ഇതിൻ്റെ ഓൾ റൗണ്ട് വേൾഡ് ക്യാസൽ അങ്ങനത്തെ ഒക്കെ ചുറ്റി കാണിക്കാനായിരുന്നു ഗൈസ്. അടുത്ത ദിവസം കൊണ്ട് സീരീസ് സ്റ്റാർട്ട് ചെയ്യും. പറ്റില്ല, ഞാൻ വിചാരിച്ചതായിട്ട് വെള്ളത്തിലാട്ടാണെന്ന്. നമുക്കിപ്പോൾ നമ്മുടെ റീൽ വഴി പോയാൽ പോരെ, വെറുതെ എന്തിനാണ് ഈ പറന്നു പോയിട്ട് ML ചെയ്യേണ്ട ആവശ്യം. നമുക്കിപ്പോൾ ഡയറക്റ്റ് പോവാം ഗൈസ്. ഇവിടെ ആയിരുന്നല്ലോ അതെ ഗൈസ്, ഇതോ അതിൽ കൂടി കാണിക്കാനുണ്ട്. നമുക്കപ്പോൾ അങ്ങോട്ട് പോവാം. നിങ്ങൾ ഈ മൈൻക്രാഫ്റ്റ് ഫുൾ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ ഞാൻ അടുത്ത ദിവസം ഒരു ട്രൈഡൻറ്റ് ഫാമും കൂടി ഉണ്ടാക്കി ഗൈസ്. നമുക്കിപ്പോൾ ഇവിടെ വന്നിട്ട് ഡ്രൈസ് ഒന്ന് കാണിച്ചു തരാം ഗൈസ്. കയറാനും പറ്റില്ല. ഓക്കെ ഗൈസ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ വെള്ളട്ടെന്ന് കാണിച്ചു തരാം. എന്താണ് സ്മാളിക്കാറ് എത്രക്ക് താമസം. ഇടക്കിടക്ക് താത്താട്ട് വീരാണ്ട് ഗൈസ്. സ്നൈപ്പറാ ശ്രദ്ധിക്കണം. ഇപ്പം ഡയറക്റ്റ് വേഗം വെള്ളാട്ടും ഗൈസ്. ഇപ്പം കണ്ട ഗൈസ് കൂടി തന്നെയാണ് എത്തുമ്പോൾ തന്നെ XP കാരണം എൻ്റെ. ഓക്കെ, ഒരെണ്ണത്തിനെ കൊന്നിട്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാവും ഗൈസ്. വേഗം പോയതുണ്ടാ വരാത്ത ഒരു 2 മിനിറ്റ് AFK കേൾക്കാണ്ട് വരും തോന്നും ഗൈസ്. വെക്കം വാ ഗൈസ്, വന്നില്ലല്ലോ. ഞാൻ ടോർച്ച് മാറ്റിയിട്ട് റദ്ദാക്കട്ടെ ഗൈസ്. നമ്മൾ ട്രയൽ ചേമ്പറിൽ നിന്ന് പോയ വരണ വഴി കൂടിയാണ് എനിക്കിപ്പോൾ സ്ക്രീൻ റെക്കോർഡർ ഓൺ ആയത്. ഇപ്പോൾ മീൻസൊക്കെ എൻജോയ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. നമ്മളുടെ ഫുൾ ലൈബ്രറിയൻസിനെയും കൂട്ടി ഇത് ഇന്നൊന്നും വരുമെന്ന് എനിക്ക് തോന്നിയില്ല ഗൈസ്. ഞാനിപ്പോൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണതാണ്. വേണ്ട കൊന്നിട്ട് പോകത്തള്ളല്ലോ. ഇതാണ് ഗൈസ് ഇത്രയും പിടിക്കാനായിട്ടാണ് ഇപ്പോൾ ഇട്ടിട്ട് സ്പൂൺ ആവണില്ല ഗൈസ്. കാണിക്കാൻ നേരത്ത് ഒന്നും സ്പൂൺ ആവില്ല. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യണേന് ബൈ.